ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് പിന്തുണ വാഗ്ദാനം ചെയ്ത് എസ്.ഡി.പി.ഐ ഇന്നലെ രംഗത്ത് വന്നത് ഏറെ ചർച്ചയായിരുന്നു. സംസ്ഥാനത്തെ ഒരു മണ്ഡലങ്ങളിലും ഈ പാർട്ടി മത്സരിക്കുന്നില്ല. ദേശീയ രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ പ്രസക്തി കണക്കിലെടുത്താണ് തീരുമാനമെന്നാണ് വിശദീകരണം. അതേസമയം ഇക്കാര്യത്തിൽ പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് കോൺഗ്രസിന്റെ മറുപടി. പിന്തുണ പാർട്ടി സ്വീകരിക്കുമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. വി അരുൺ ചേരുന്നു. അരുൺ, നേരത്തെ സതീശൻ ഈ വിഷയത്തിൽ വി.ഡി. സതീശനോട് സംസാരിച്ചപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായൊരു മറുപടി ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴും ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിലൊക്കെ ആരുടെയും പിന്തുണ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന് അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. എസ്.ഡി.പി.ഐ പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, അത്യാവശ്യം വോട്ടുകൾ ചില മണ്ഡലങ്ങളിലുള്ള ഒരു പാർട്ടിയുടെ പിന്തുണ, അത് യു.ഡി.എഫ് പരസ്യമായി സ്വീകരിക്കാൻ ഒരുങ്ങിയാൽ അതുണ്ടാക്കാവുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ചെറുതാവില്ല മുന്നണിയെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കാലമാണ്. അത്തരത്തിൽ പല പിന്തുണകളും രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കാറുണ്ട്. പക്ഷേ എസ്.ഡി.പി.യുടെ കാര്യത്തിൽ അത്തരമൊരു പിന്തുണ പരസ്യമായി സ്വീകരിക്കാൻ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷ അടക്കമുള്ളവർ അത്തരമൊരു അഴകുഴമ്പൻ സമീപനം സ്വീകരിച്ചത്. വോട്ട് വേണ്ടെന്ന് പറയാനും കഴിയില്ല, പക്ഷേ അവരുമായി അവരുടെ വോട്ട് ആ രീതിയിൽ പരസ്യമായി വേണമെന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യം കോൺഗ്രസിനുണ്ട്. അങ്ങനെ പരസ്യമായി വോട്ട് സ്വീകരിക്കാം, അവരുടെ പിന്തുണ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ബി.ജെ.പി അത് വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കും. അതുപോലെ തന്നെ ഇടതുപക്ഷവും CPM ഉൾപ്പെടെയുള്ളവരും അത് കോൺഗ്രസിനെതിരെ വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കും. ഇപ്പോൾ തന്നെ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ എസ്.ഡി.പി പോലുള്ള തീവ്ര ചിന്തയുള്ള ന്യൂനപക്ഷ സമുദായത്തിലെ സംഘടനകളുമായി യു.ഡി.എഫിന് അവിശുദ്ധ ബന്ധപ്പെടുന്ന വിമർശനം പല കാര്യങ്ങളിൽ ഉയർന്നു വരുന്നതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പും ഒക്കെ അത്തരം വിമർശനങ്ങൾ ഇടതുമുന്നണിയും ബി.ജെ.പിയും ഉന്നയിച്ചതാണ്. അതുകൊണ്ടാണ് എസ്.ഡി.പിയുടെ വോട്ട് സ്വീകരിക്കുന്നതിൽ, അവരുടെ പിന്തുണ അതേപടി പരസ്യമായി സ്വീകരിക്കുന്നതിൽ കോൺഗ്രസിന് പരിമിതികളുള്ളത്. അത് തിരിച്ചറിഞ്ഞാണ് നേതാക്കളുടെ പരിഗണന. പക്ഷേ വോട്ട് വേണ്ടെന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറാകില്ല. കാരണം വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അവിടെ ആരുടെ പിന്തുണ കിട്ടിയാലും ആരുടെ വോട്ട് കിട്ടിയാലും സ്വീകരിക്കാം എന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയോട് അല്ലെങ്കിൽ എസ്.ഡി.പി.യുടെ വോട്ട് വേണ്ട എന്നൊരു പരസ്യ നിലപാട് കോൺഗ്രസ് നേതൃത്വം, യു.ഡി.എഫ് നേതൃത്വം സ്വീകരിക്കില്ല. അത് നേരത്തെ നമുക്കറിയാം. എസ്.ഡി.പി.ഐ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ചില മണ്ഡലങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥികൾ നിർത്തിയിരുന്നു. ഇത്തവണത്തെ പ്രത്യേകത, ഒരു മണ്ഡലങ്ങളിലും അവർ സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികൾ നിർത്തുന്നില്ല. 7 സംസ്ഥാനങ്ങളിൽ അവർ മത്സരിക്കും, മറ്റ് സംസ്ഥാനങ്ങളിൽ മത്സരിക്കുമെന്നും പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പരസ്യമായ വ്യക്തമായ ഒരു നിലപാടിലേക്ക് യു.ഡി.എഫിന്, കോൺഗ്രസിന് പോകേണ്ടി വരും. ലീഗിൻ്റെയൊക്കെ അഭിപ്രായം ഇതിൽ നിർണായകമാവുകയും ചെയ്യും. പ്രധാനമായും അത് എങ്ങനെ കാണണം? ആ പ്രതിസന്ധി എങ്ങനെ മറികടക്കാനാകും കോൺഗ്രസിൻ്റെ ശ്രമം? പിന്തുണ സ്വീകരിക്കുമെന്ന കാര്യം പരസ്യമായി പറയാതെ മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുക. അത്തരമൊരു സമീപനം, ഒരു തന്ത്രം തന്നെയാകും ഈ വിഷയത്തിൽ സ്വീകരിക്കുക. വോട്ട് വേണ്ട എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്ന് കണ്ടറിയണം. നേരത്തെ CPM ഒക്കെ അത്തരം ആളുകളുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന പരസ്യ നിലപാട് സ്വീകരിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം ആ ഒരു സമീപനം സ്വീകരിക്കുമോ എന്ന് വ്യക്തമല്ല. അങ്ങനെ ഒരു സാധ്യതയില്ലാതെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം വളരെ നിർണായകമാണ്. പലയിടത്തും രാഷ്ട്രീയമായ ഏറ്റുമുട്ടലുണ്ടാകുമ്പോഴും മുസ്ലിം ലീഗും എസ്.ഡി.പിയും ഒക്കെ ഏറ്റുമുട്ടുണ്ടാകുന്ന സ്ഥലങ്ങളുണ്ട്. ചില ഗ്രാമപഞ്ചായത്തുകളിലെങ്കിലും ചില തദ്ദേശ സ്ഥാപനങ്ങളിലെങ്കിലും യു.ഡി.എഫ് പിന്തുണയോടുകൂടി എസ്.ഡി.പിയും തിരിച്ചുമൊക്കെ ഭരിക്കുന്ന സാഹചര്യങ്ങൾ നേരത്തെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൂർണ്ണമായും കോൺഗ്രസ് നേതൃത്വം ഇവരുടെ ഈ ഒരു ഓഫർ, ഒരു വാഗ്ദാനം തള്ളിക്കളയാനുള്ള സാധ്യത നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയില്ല. പക്ഷേ രാഷ്ട്രീയമായത് ആ രീതിയിൽ അവർക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയും കോൺഗ്രസ് നേതൃത്വത്തിന്, യു.ഡി.എഫ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് ഒരു കൃത്യമായ നിലപാട് പറയാതെ പ്രതിപക്ഷത അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ആ ഒരു തുറന്നു പറയാതെ മുന്നോട്ട് പോകുന്നത്. ഇവിടെയാണ് ഈ CPM ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ ഒരുപക്ഷെ വിമർശനാത്മകമായി തന്നെ ഇതിനെ സമീപിച്ചേക്കാം. ചില ചർച്ചകൾ ചില കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ പോരാട്ടമുണ്ട്. എസ്.ഡി.പി.ഐക്ക് നിർണായകമായ വോട്ടുകളുള്ള പല മണ്ഡലങ്ങൾ, 10,000-ന് മുകളിൽ വോട്ടുകളൊക്കെ ലഭിച്ച 2-3 മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ വോട്ടുകൾ സ്വീകരിക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് എങ്ങനെ സ്വീകരിക്കുമെന്ന കാര്യത്തിലൊക്കെ രണ്ട് മുന്നണികൾക്കും ആശയക്കുഴപ്പമുണ്ടാകും. പക്ഷേ പരസ്യമായ അവരുടെ പിന്തുണയാണ് കോൺഗ്രസിനും പരസ്യ നിലപാടെടുക്കാൻ പ്രേരണയാകുന്നത്. അത് ഈ LDF അടക്കം എങ്ങനെ കാണുന്നു എന്നതും പ്രധാനമല്ലേ? തീർച്ചയായും ഇന്ന് തന്നെ ഇടതു നേതാക്കളുടെ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. CPM നേതൃത്വം വലിയ വിമർശന രീതിയിൽ തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യും. കാരണം ഇത്തരം വോട്ട് വേണ്ട നിലപാട് മുൻകാലങ്ങളിൽ CPM നേതൃത്വം, CPMൻ്റെ സംസ്ഥാന നേതൃത്വമുള്ളവരടക്കം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ അവർ ആ നിലപാട് എടുത്തേക്കാം. ഇപ്പോൾ ആ ഒരു സാഹചര്യം അവർക്ക് കുറച്ചുകൂടി എളുപ്പമാകുന്നത് എസ്.ഡി.പിയെ പരസ്യമായി തന്നെ യു.ഡി.എഫിന് പിന്തുണ നൽകാനുള്ള തീരുമാനം അറിയിച്ചതാണ്. അതാണ് CPM ആ അർത്ഥത്തിൽ രാഷ്ട്രീയമായി ഗുണം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്നത്.
പക്ഷേ കോൺഗ്രസ് നേതൃത്വം എത്രത്തോളം ഈ വോട്ട് വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുമെന്ന കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കോൺഗ്രസിന് തള്ളാനും കൊള്ളാനും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. SDPയുടെ ഈ പരസ്യ പിന്തുണ ഒരർത്ഥത്തിൽ അത് ഈ പരസ്യമായി പിന്തുണ നൽകുന്നത് രാഷ്ട്രീയമായി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നീക്കം കൂടിയാണ് SDPയുടെ ഭാഗത്തുണ്ട്. അതുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഇടപെടൽ. സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ കോൺഗ്രസുമായൊക്കെ അടുത്തെടുക്കുന്ന ഭൂരിപക്ഷ സമുദായങ്ങളിലെങ്കിലും ചെറിയ എതിർപ്പുകൾ ഉണ്ടായേക്കാം. ചില മണ്ഡലങ്ങളിലെങ്കിലും, പ്രത്യേകിച്ച് ആലപ്പുഴ പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ അത് വലിയ രീതിയിൽ ബാധിക്കുമ്പോൾ ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. SDPയുടെ പരസ്യ പിന്തുണ വോട്ട് ലഭിക്കുന്നതിനപ്പുറത്തേക്ക് പരസ്യ പിന്തുണ വരുമ്പോൾ സ്വാഭാവികമായും അത് അത്ര നല്ലൊരു സന്ദേശമാകില്ല കോൺഗ്രസ് നേതൃത്വത്തിന് നൽകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോട് മാത്രമേ പരസ്യ പിന്തുണ സ്വീകരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. അതാണ് കോൺഗ്രസ് പരസ്യമായ പിന്തുണ SDPയുടെ സ്വീകരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണമടക്കം ഇന്നലെ പ്രതിപക്ഷ നേതാവിന്റെ അടക്കം വന്നത് അത് ആലോചിച്ച് തീരുമാനമെടുക്കും പാർട്ടി എന്ന നിലയിലാകും ആ വിഷയത്തിൽ, മുന്നണി എന്ന നിലയിലായിരിക്കും ആ തീരുമാനം ഉണ്ടാവുക. പക്ഷെ അപ്പോഴും വോട്ടുകൾ ഒരു കാരണവശാലും SDPയുടേതായാലും മറ്റേത് രാഷ്ട്രീയ കക്ഷികളുടെ ആയാലും വോട്ടുകൾ ഒരു കാരണവശാലും നിഷേധിക്കാനാവില്ല. അത് ലഭിക്കുന്നത് അത് ചെറിയ ചെറിയ ഭൂരിപക്ഷത്തിന് പോലും ജയിക്കുന്ന നിരവധി മണ്ഡലങ്ങൾ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായേക്കാം എന്നുള്ളതാണ്. കാരണം അത്രത്തോളം വാശിയേറിയ പോരാട്ടങ്ങൾ മിക്ക മണ്ഡലങ്ങളിലുമുണ്ട്. അവിടെയാണ് SDPI പോലെ അത്യാവശ്യം വോട്ട് ബാങ്കുള്ള ഒരു സംഘടനയുടെ പ്രസക്തി ഉണ്ടാകുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലടക്കം പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതിലൂടെ അവർ കൃത്യമായ സന്ദേശം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് താനും. അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ അത് കോൺഗ്രസ് അതിനെ എങ്ങനെ നോക്കിക്കാണും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇപ്പോൾ